ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ലിയോയ്ക്ക് വേണ്ടിയിട്ട്, ലിയോ സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് ഡിസംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മെസ്സേജസ് റെസൊനേറ്റ് ആവില്ല. റെസൊനേറ്റ് ആവണ മെസ്സേജസ് എടുക്കുക, റെസൊനേറ്റ് ആവാത്ത മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഫ്യൂച്ചറിലെ വീഡിയോസ് കൂടുതൽ റെസൊനേറ്റ് ആവുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ്. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. പക്ഷേ അത് നിങ്ങളുടെ സിറ്റുവേഷനും നിങ്ങളുടെ എനർജി വെച്ചിട്ടാണ്. അപ്പോൾ അത് കൂടുതൽ റെസൊനേറ്റ് ചെയ്യും. ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതല്ലാണ്ട് എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ ഞാൻ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് അയച്ചു തരും. പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അതിൻ്റെ കൂടെ തന്നെ അയച്ചു തരും. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് ഡിസംബർ മാസത്തിൻ്റെ മെസ്സേജസ് വരണേ, എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് ഈ മാസം, നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ലിയോ, എന്താണ് നിങ്ങളുടെ മന്ത്ലി മെസ്സേജസിന് നമ്മൾക്ക് നോക്കാം. നിങ്ങളുടെ ഓവറോൾ എനർജി ഈ മാസം ടവർ എനർജിയാണ്. നിങ്ങളുടെ പാസ്റ്റിൽ എന്താ ഉണ്ടായേ? 9 ഓഫ് കപ്സ്. നിങ്ങളുടെ കറണ്ട് ഡിസംബർ എനർജിയിൽ എന്താണ് വരാൻ പോണേ? 3 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ഫ്യൂച്ചർ എനർജി എന്താണ്? ഡിസംബർ കഴിഞ്ഞിട്ട് എന്താ ഉണ്ടാവുക? 5 ഓഫ് സോഡ്സ്. നിങ്ങളുടെ ചാലഞ്ച് എന്താണ്? 10 ഓഫ് പെൻറ്റിക്കിൾസ്. നിങ്ങളുടെ അഡ്വൈസ് ഡിസംബർ മാസത്തിന് വേണ്ടിയിട്ട് അഡ്വൈസ് എന്താണ്? ചാരിയറ്റ്. നിങ്ങളുടെ സർപ്രൈസ് ഫാക്ടർ എന്താണ്? ഈ മാസം എന്താണ് നിങ്ങൾക്ക് സർപ്രൈസ് ഉണ്ടാവുക? ഹാങ്ഡ് 1. എന്താണ് ഔട്ട്കം ഉള്ളത്? ഔട്ട്കം ഈ കാർഡ്. അപ്പോൾ ലിയോ, നിങ്ങളുടെ ഓവറോൾ എനർജി ടവറാണ്. അപ്പോൾ ഈ മാസം ആക്ച്വലി എന്തോ ഒരു വലിയ ചേഞ്ച് വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു വലിയ മാറ്റം ഉണ്ടാവാൻ പോകുന്നുണ്ട്. എന്താണ് ഈ ചേഞ്ച്? എന്താണ് ഈ മാറ്റം വരണത്? 8 ഓഫ് കപ്സ്. ഏതോ ഒരു സിറ്റുവേഷനിൽ ഒരു ബ്രേക്കപ്പ് മാതിരി ഒരു എനർജിയാണ് ഞാൻ കാണുന്നത്. നിങ്ങളൊരു സിറ്റുവേഷനിൽ ഹാപ്പി അല്ലാത്തതുകൊണ്ട് ആ സിറ്റുവേഷനിൽ നിങ്ങൾ മാറി നിൽക്കണോ, നിങ്ങൾ വാക്ക് അവേ ചെയ്യണോ. അപ്പോൾ എന്തോ ഒരു വലിയ റെവലേഷൻ ഉണ്ടാവാൻ പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ എന്തോ ഒരു വലിയ കാര്യം പുറത്ത് വരാൻ പോകുന്നുണ്ട്. ഈ കാര്യം അറിയുമ്പോൾ നിങ്ങൾ ഈ സിറ്റുവേഷനെ വിട്ടു പോകണു. എന്താണ് ഇവിടെ? അപ്പോൾ കിങ് ഓഫ് സോഡ്സിൻ്റെ എനർജി വന്നിരിക്കണു. നിങ്ങൾ കുറേ പ്രാക്ടിക്കലായിട്ടാണ് ഡിസിഷൻസ് എടുക്കാൻ പോണേ ഈ മാസം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഏതോ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആസ് ഇറ്റ് ഈസ് ഹാപ്പി അല്ല. ആ സിറ്റുവേഷനെ നിങ്ങൾ ഫൈനലി വിട്ടു പോകണു. ഓക്കെ, അതാണ് ഞാൻ കാണുന്നത്. ഇപ്പോൾ ഇത് നിങ്ങളുടെ ജോലിയുടെ കാര്യത്തിലാവാം, ഇല്ലച്ചാൽ പേഴ്സണൽ ലൈഫും ആവാം. നിങ്ങളുടെ പാസ്റ്റിൽ ഞാൻ കാണുന്നത് 9 ഓഫ് കപ്സ് ആണ്. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് കുറേ ഒരു ഹാപ്പി എനർജിയാണ്. കുറേ ഒരു ഇമോഷണലി നിങ്ങൾ നല്ല ഒരു സ്റ്റേറ്റിലായിരുന്നു, മെൻ്റലി നല്ല ഒരു സ്ഥലത്തിലായിരുന്നു. പറഞ്ഞാൽ ഒരു നല്ല എനർജിയാണ് ഞാൻ കാണുന്നത്. പക്ഷേ ഹെർമിറ്റ് എനർജി ഉണ്ട്. അപ്പോൾ ചില കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞു, നിങ്ങൾക്ക് ചില കാര്യങ്ങൾ, ചില ഇൻഫർമേഷൻ നിങ്ങൾ അറിഞ്ഞു. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഓൺലൈനായിരിക്കും അറിഞ്ഞിട്ടുണ്ടാവുക, ഇല്ലെങ്കിൽ ഏതോ ഒരു പേഴ്സൺ നിങ്ങളോട് വന്ന് എന്തോ പറഞ്ഞു, എന്തോ ഒരു ഇൻഫർമേഷൻ കൊടുത്തു. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട് ഇവിടെ. അപ്പോൾ കിങ് ഓഫ് കപ്സ് ഒരു വാട്ടർ സൈൻ ആണ്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ. അപ്പോൾ ഇവിടെ ഞാൻ കാണുന്നത് ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു സെപ്പറേഷൻ എനർജിയും ഉണ്ട്. അപ്പോൾ ഈ പേഴ്സണെ നിങ്ങൾ കുറേ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഈ സിറ്റുവേഷനിൽ എന്തോ ഒരു കാരണം കൊണ്ട് നിങ്ങൾ രണ്ടാളും സെപ്പറേറ്റഡ് ആയിരുന്നു. പക്ഷേ ഈ മാസം എന്തോ ഒരു ഹാർട്ട് ബ്രേക്കിംഗ് ന്യൂസാണ് നിങ്ങൾക്ക് കിട്ടണേ. 3 ഓഫ് സോഡ്സ് ഒരു ഹാർട്ട് ബ്രേക്ക്, ഒരു എൻഡിങ്, അതിൻ്റെ എനർജിയാണ്. 3 ഓഫ് സോഡ്സ് ഒരു ബ്രേക്കപ്പിൻ്റെ എനർജിയാണ്. ഇതൊരു സോൾമേറ്റ് സിറ്റുവേഷനിലാണ് ഉണ്ടാവുന്നത്. ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ കണക്ഷൻ കുറേ സ്ട്രോങ് ആയിരുന്നു. പക്ഷേ ഈ മാസം എന്തോ ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ എന്തോ ഒരു പ്രോബ്ലം വന്നിട്ട് ഇവിടെ ഒരു ബ്രേക്കപ്പ് ഉണ്ടാവണു. അപ്പോൾ 2 ഓഫ് പെൻറ്റിക്കിൾസ്. ഇവിടെ 2 ആൾക്കാരുടെ ഇടയ്ക്ക് ചോയ്സിൻ്റെ എനർജിയാണ് കാണുന്നത്. അതല്ല വെച്ചാൽ 2 ഓപ്ഷൻസ് ഉള്ള എനർജി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ സിറ്റുവേഷനിൽ കണ്ടിന്യൂ ചെയ്യാം, അതല്ല വെച്ചാൽ വാക്ക് അവേ ചെയ്യാം. അതാണ് ഓപ്ഷൻ ഉള്ളത് നിങ്ങളുടെ ലൈഫിൽ. അപ്പോൾ ഞാൻ കാണുന്നത് നിങ്ങൾ കുറേ സ്ട്രഗിൾ ചെയ്യണു ഈ ഡിസിഷൻ എടുക്കാൻ, ഈ തീരുമാനം എടുക്കാൻ. നിങ്ങൾക്ക് കുറച്ചൊരു വിഷമമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണില്ല എന്താ വേണ്ടതെന്ന്. ഇപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 5 സോഡ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിലും
ഈ സിറ്റുവേഷനിൽ കുറേ ഒരു നെഗറ്റീവ് എനർജീസ് ഉണ്ട്, കുറേ വഴക്കുണ്ട് എനർജി ഉണ്ട്, കുറേ വേറെ ആൾക്കാർ ഇൻ്റർഫിയർ ചെയ്യണ എനർജി ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു പാഷനറ്റ് ന്യൂ ബിഗിനിങ്ങും കാണാണ്ട് നിങ്ങളുടെ ലൈഫിൽ ഒരു പുതിയ തുടക്കം വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. പക്ഷേ ഈ പുതിയ തുടക്കം വരുന്നത് അതിൽ ചില നെഗറ്റീവ് എനർജീസും ഉണ്ട്. എന്താ വെച്ചാൽ ചിലവർ ജെലസാണ് നിങ്ങളുടെ ഈ പുതിയ തുടക്കം കണ്ടിട്ട്. നിങ്ങൾക്ക് കുറേ ഫെയിം പോപ്പുലാരിറ്റിയും കിട്ടുന്നുണ്ട്, അപ്പോൾ അതും ചിലവർക്ക് ഇഷ്ടമാവില്ല. അപ്പോൾ അതൊക്കെ കുറച്ച് സൂക്ഷിക്കണം, നിങ്ങളുടെ എനർജീനെ പ്രൊട്ടക്റ്റ് ചെയ്യണം. നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച് ഈ മാസം 10 of Pentacles. 10 of Pentacles ഫാമിലി എനർജി ആവാം. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടാവാം ഈ മാസം. അതല്ല വെച്ചാൽ ഇത് പൈസയുടെ കാര്യത്തിൽ ഇഷ്യൂ ആവാം. എന്താ വെച്ചാൽ ഫാമിലി സ്വത്ത്, ഇൻഹെറിറ്റൻസ്, ഫാമിലി പ്രോപ്പർട്ടി, അതിലൊക്കെ ആയിരിക്കും ഇഷ്യൂസ് ഉണ്ടാവുക. 10 of Cups ഇവിടെ ആദ്യം എനിക്കൊരു ഫാമിലി എനർജിയാണ് കിട്ടണേ, ലവിൻ്റെ എനർജി. നിങ്ങളുടെയും ഏതോ ഫാമിലി മെമ്പറുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, എന്തോ ഒരു സെപ്പറേഷൻ്റെ എനർജി ഇവിടെയും കാണാണ്ട്. അപ്പോൾ അഡ്വൈസ് യൂണിവേഴ്സ് തരണത് എന്താ വെച്ചാൽ ഒരു ചോയ്സ് ഉണ്ടാക്കാനാണ് യൂണിവേഴ്സ് പറയണത്. നിങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഒരു ചോയ്സ് ഉണ്ട്, നിങ്ങൾക്ക് ഏത് ഡിറക്ഷനിലേക്കാണ് പോകേണ്ടതെന്ന് നിങ്ങൾക്ക് അത് ആ തീരുമാനം എടുക്കാനാണ് യൂണിവേഴ്സ് പറയണത്. ചാരിയറ്റ്, നിങ്ങളുടെ ലൈഫിൽ കുറേ സക്സസ്സും വരാൻ പോകുന്നുണ്ട്, പക്ഷേ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടൊരു ഡിസിഷൻ എടുക്കണം. ആ ഡിസിഷൻ നിങ്ങൾക്ക് ഈ മാസം എടുക്കേണ്ടി വരും. അതാണ് യൂണിവേഴ്സ് അഡ്വൈസ് തരണത്. അത് ക്ലാരിറ്റിയുടെ കൂടെ ഡിസിഷൻ എടുക്കുക. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പേരൻ്റ് ആവാം, നിങ്ങളുടെ കുട്ടികളൊക്കെ ഉണ്ടാവാം. അതല്ലച്ചാൽ ഇവിടെ ഞാൻ കാണുന്നത് എന്തോ ഒരു ഗ്രോത്തിൻ്റെ എനർജിയാണ്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ആക്ച്വലി കുറേ ഗ്രോത്ത് ഉണ്ടാവാൻ അങ്ങനത്തെ ഒരു എനർജി ഉണ്ട്. ഓക്കെ, ഇത്രയും നെഗറ്റീവായിട്ടും കുറേ പോസിറ്റീവ് കാര്യങ്ങളും ഉണ്ട്. നിങ്ങൾ ഇൻഫാക്ട് കുറേ ഒരു സ്റ്റേബിൾ എനർജിയിലേക്കാണ് പോകണത്. പക്ഷെ അതിന് വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വിട്ടു പോകണം. ഓക്കെ, ചില സിറ്റുവേഷൻസ്, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ മുമ്പോട്ട് പോവാൻ റെഡി അല്ല നിങ്ങളുടെ കൂടെ. അതുകൊണ്ട് അവരെ വിട്ടിട്ട് വേണം നിങ്ങൾ മുമ്പോട്ട് പോവാൻ. അപ്പോൾ ഈ മാസം സർപ്രൈസ് ഫാക്ടറായിട്ട് പറയണത് ഹാങ്ഡ് വൺ ആണ്. അപ്പോൾ ഈ ഹാങ്ഡ് വൺ സോറി, എനിക്കൊരു കോൾ വന്നു, അതുകൊണ്ട് എനിക്കത് കട്ട് ചെയ്യാൻ ഞാൻ ജസ്റ്റ് ഒരു 2 seconds ഒരു ബ്രേക്ക് എടുത്തതാണ്. അപ്പോൾ ഹാങ്ഡ് വൺ ആണ് സർപ്രൈസ് ഫാക്ടർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസം. ഹാങ്ഡ് വൺ ഒരു സ്റ്റാഗ്നൻസിയുടെ എനർജിയാണ്. ഓക്കെ, ഈ മാസം നിങ്ങൾ കുറച്ച് സമയം എടുക്കണോ കാര്യങ്ങൾ പ്രോസസ്സ് ചെയ്യാൻ. ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകണില്ല, ചില കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ നിങ്ങൾ റെഡിയല്ല. അപ്പോൾ ഈ മാസം കുറച്ചൊരു സ്ലോ മാസമായിരിക്കാം. എന്താ വെച്ചാൽ നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഈ ചേഞ്ചസ് ഒക്കെ വരുമ്പോൾ നിങ്ങൾക്ക് അതിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ആൻഡ് ഈ ചേഞ്ചസ് ഒക്കെ പറയുന്നത് വലിയ ചേഞ്ചസ് ആണ്. ഓക്കെ, എംപറർ എനർജീൻ്റെ ഇവിടെ ഏരീസ് എനർജി, ഡെത്ത് എനർജി, സ്കോർപ്പിയോ എനർജി, ഹാങ്ഡ് വൺ, പൈസീസ് എനർജി. അപ്പോൾ ഇതൊരു കുറേ സ്പിരിച്വൽ മാസമാണ്, കുറേ ലെസൺസ് കിട്ടണ മാസമാണ്. എന്താ വെച്ചാൽ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും, കുറേ സ്പിരിച്വലി നിങ്ങൾ കണക്റ്റഡ് ആയിരിക്കും. അതുമാത്രമല്ല കുറേ ഡിസിപ്ലിൻ വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ, കുറേ സ്ട്രക്ചർ വരുന്നുണ്ട്, കുറേ ക്ലാരിറ്റി വരുന്നുണ്ട്, കുറേ സക്സസ്സും ഉണ്ട്. നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് പ്രമോഷൻ ഞാൻ കാണുന്നുണ്ട്. ഓക്കെ, ഈ മാസം. അപ്പോൾ കിങ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് ഔട്ട്കം. ഒരു ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയാണ് ഞാനിവിടെ കാണുന്നത്. ഇവിടെ ഞാനൊരു ഹാപ്പി റീകൺസിലിയേഷനും കാണുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഏതോ ഒരു പേഴ്സൻ്റെ കൂടെ ഒരു റീകൺസിലിയേഷൻ, അത് റീകൺസിലിയേഷൻ ആവാം. അതല്ല വെച്ചാൽ ഇത് നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ മാരീഡ് ആണ് വെച്ചാൽ ഈ പേഴ്സൻ്റെ കൂടെ ഈ പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം. പക്ഷേ ഇവിടെ 5 of Pentacles ഒരു റിജക്ഷൻ്റെ എനർജിയുമാണ്. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർക്ക് ഒരു മാരേജിൽ എന്തോ ഇഷ്യൂസ് ഉണ്ടാവണത് ഞാൻ കാണുന്നുണ്ട്. അതല്ല വെച്ചാൽ ഒരു പാർട്ട്ണർഷിപ്പ്, ഒരു റിലേഷൻഷിപ്പിൽ ഇഷ്യൂസ് ഉണ്ടാവുന്നത് കാണുന്നുണ്ട് ഞാൻ. നിങ്ങൾക്കൊരു റിജക്റ്റഡ് മാതിരി ഒരു ഫീലിംഗ്, ഡിസപ്പോയിൻറ്റഡ് ആയ ഫീലിംഗ്, ഈ പേഴ്സൺ നിങ്ങളെ സപ്പോർട്ട് ചെയ്യണില്ല അങ്ങനത്തെ ഒരു ഫീലിംഗ്. ഓക്കെ, അപ്പോൾ അതാണ് ഞാൻ ഇവിടെ കാണുന്നത്. എന്താണ് ഫൈനൽ കാർഡ് ഇവിടെ?
ചില ചാലഞ്ചസ് ഉണ്ട്, പക്ഷേ ഗിവ് അപ്പ് ചെയ്യരുത് ലിയോ. എന്താ വെച്ചാൽ ഈ ചാലഞ്ചസ് നിങ്ങൾ ഈസിലി ഓവർകം ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, ഈ മാസം കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്, കുറേ നെഗറ്റീവ്സും ഉണ്ട്, പക്ഷേ ഇത് നിങ്ങൾക്ക് ഈസിലി ഓവർകം ചെയ്യാൻ പറ്റുന്ന ചാലഞ്ചസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ ഒറക്കിൾ മെസ്സേജ്? നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒറക്കിൾ മെസ്സേജ്, ഇറ്റ്സ് അപ്പ് ടു യു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെച്ചാൽ എന്താ തീരുമാനം എടുക്കേണ്ടത് വെച്ചാൽ നിങ്ങൾക്ക് എടുക്കാം. പക്ഷേ ഈ ചാലഞ്ചസ് വരുമ്പോൾ സ്ട്രോങ് ആയിട്ട് ഇതിനെ ഫേസ് ചെയ്യുക. ഈ ചാലഞ്ചസിനെ നിങ്ങൾ ഈസിലി ഓവർകം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ സൈൻസ് ഞാൻ കാണുന്നത് കുറേ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് ഉണ്ട്, പൈസീസ്, ക്യാൻസർ, സ്കോർപ്പിയോ ഉണ്ട്, ആൻഡ് ടോറസ്, വെർഗോ, കാപ്രിക്കോണും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡിങ്. ഐ ഹോപ്പ് ഇത് റെസൊനേറ്റ് ചെയ്തു. ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്. നിങ്ങൾക്കൊരു പേഴ്സണൽ റീഡിംഗ് വേണം വെച്ചാൽ എന്നെ കോൺടാക്ട് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്യുമ്പോൾ ഞാൻ പേയ്മെൻറ്റ് ഡീറ്റെയിൽസും അയച്ചു തരും. ടേക്ക് കെയർ. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിംഗ് കൊണ്ടുവന്ന്. ഓക്കെ, ബൈ.